ദേവസ്വം ബോർഡുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടുതൽ ഇടപാടുകൾക്ക് വീണ്ടും തെളിവ്. സന്നിധാനത്തേക്ക് മണി സമർപ്പിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ്. വാതിൽ കൊണ്ടുപോയതുപോലെ രഥഘോഷയാത്ര നടത്തിയാണ് മണിയും സന്നിധാനത്തെത്തിച്ചത്. കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്ന് 2017 ജൂൺ 18-നാണ് രഥഘോഷയാത്ര പുറപ്പെട്ടത്. ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് അന്നും ഇളമ്പള്ളിയിൽ ചടങ്ങ് നടന്നതെന്ന് ഇളമ്പള്ളി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ നായർ പറഞ്ഞു. ചടങ്ങിന്റെ നോട്ടീസ് മീഡിയ വണ്ണിന് ലഭിച്ചു. 2017 നമ്മൾ 18 പടി കയറി ചെല്ലുമ്പം കാണുന്ന ആ 2 മണി നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇവർ തന്നെയാണ് അന്നും അതിൻ്റെ സ്പോൺസർമാർ. നന്ദനാചാരി എന്ന ഒരു തച്ചനാണ് വാതിൽ പണിത് തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് ചെന്നൈക്ക് കൊടുത്ത് പ്ലേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അതിനുശേഷം ഈ മാർച്ച് 10-ാം തീയതി രാവിലെ 6 മണിയോട് കൂടിയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവന്ന് ആനക്കോട്ടിൽ വെച്ചാണ് ഇതിൻ്റെ കവറിങ് തന്നെ പൊളിക്കുന്നത്. അതുവരെ അത് ഭദ്രമായിട്ട് തന്നെ ഇരിക്കുക, വഴിക്കെങ്ങും ഒരിടത്തും അഴിച്ചില്ല. അതിൻ്റെ സീല് അഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാണ്. നമ്മുടെ മേൽശാന്തി അതിനൊരു പൂജ നടത്തി അതിനുശേഷമാണ് ജയറാം പൂക്കൾ വന്ന് ഇത് അമ്പലപ്പുഴ പേട്ടകെട്ടുകാരുടെ ഒരു രഥം ഉണ്ടായിരുന്നു. അത് അലങ്കരിച്ച് ഘോഷയാത്രയായിട്ട് 8-10 അമ്പലങ്ങളിൽ പോയതിന് ശേഷമാണ് പമ്പയിലോട്ട് ചെല്ലുന്നത്. ഒരു 10-11 കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നത്. ദേവസ്വത്തിൻ്റെ അനുവാദമൊക്കെ ചോദിച്ച് വാങ്ങിച്ച് ദേവസ്വത്തിലെ ജീവനക്കാരുണ്ടായിരുന്നു, നമ്മുടെ പഴയ MLA പത്മകുമാർ ഉണ്ടായിരുന്നു, വിവിധ ആൾക്കാരുണ്ടായിരുന്നു. ജോസി ബാബു ചേരുന്നു. ജോസി, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പത്മകുമാർ ഇതേ ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തതും കഴിഞ്ഞ ദിവസത്തെ ആ ക്ഷേത്രം ഭാരവാഹിയുടെ പ്രതികരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പത്മകുമാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്താണ് പോറ്റിക്ക് ഇതുമായൊക്കെയുള്ള ബന്ധം, അല്ലെങ്കിൽ ആരാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു? ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വവുമായി അത്രയ്ക്ക് അടുത്ത് നിൽക്കണമെങ്കിൽ ആരാണ് ഇതിൽ എന്നത് വീണ്ടും സംശയം വരികയാണ് ഓരോ പ്രതികരണത്തിൽ നിന്നും. ഇന്നിപ്പോൾ ക്ഷേത്രം ഭാരവാഹിയുടെ പ്രതികരണം എങ്ങനെയാണ്? അത് ആരൊക്കെയാണ് സംശയ നിഴലിലുള്ളത്? ധന്യ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹ ഇടപാടുകൾ മുമ്പും നടന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 2017-ലും ഈ സ്വർണ്ണവാതിൽ ക്ഷേത്രത്തിൽ എത്തിച്ചതുപോലെ തന്നെ ശബരിമല സന്നിധാനത്തെ മണികൾ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെ നിന്നും രഥഘോഷയാത്രയായി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി എന്ന് ചടങ്ങ് നടന്നിരുന്നു. 2017 ജൂൺ മാസം 18-ാം തീയതിയാണ് ഈ ചടങ്ങ് നടന്നത്. ഈ ചടങ്ങിൻ്റെ നോട്ടീസാണ് നമുക്ക് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ചടങ്ങ് നടന്നെന്നുള്ള കാര്യം ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ ഭാരവാഹിയായ ഉണ്ണികൃഷ്ണൻ നായർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 2017 അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗമായ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ, സ്ഥലം MLA N ജയരാജ് അടക്കമുള്ളവർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഇതിൻ്റെ ഇവരുടെ പേരുകളും ചിത്രങ്ങളും ഉൾപ്പെടുന്ന നോട്ടീസാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ 2019 സ്വർണ്ണവാതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, അതിനു മുമ്പും ശബരിമലയിലെ പ്രവർത്തനങ്ങളുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ നോട്ടീസും അതോടൊപ്പം തന്നെ ഈ പ്രതികരണവും. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ജയറാമാണ് ഇങ്ങനെ കോട്ടയത്തൊരു ക്ഷേത്രത്തിൽ വാതിലുകൾ എത്തിച്ച് അവിടെ രഥഘോഷയാത്ര നടത്തിയെന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് ക്ഷേത്ര ഭരണസമിതിയെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത്. അതോടൊപ്പമാണ് ഇപ്പോൾ 2017 മണികളും ഇതുപോലെ ക്ഷേത്രത്തിൽ എത്തിച്ചിരുന്നു. അവിടെ രഥഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നു. വലിയ രീതിയിൽ ആളുകൾ പങ്കെടുത്തിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നവരും അംഗങ്ങളും അതോടൊപ്പം തന്നെ ഒട്ടേറെ നാട്ടുകാരും ഭക്തരും ഒക്കെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം ക്ഷേത്ര ഭരണസമിതി സ്ഥിരീകരിക്കുന്നത്.